A random process x of t is defined by x of t is equal to y of t cos omega t plus theta, where y of t is WSS process, omega is constant and theta is random variable, which is uniformly distributed in closed interval 0 to pi and is independent of y of t. Show that x of t is WSS. അതായത് നമുക്ക് ഒരു റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്താ തന്നിട്ടുള്ളത്? വൈ ഓഫ് ടി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്നാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റാൻഡം പ്രോസസ്. ഓക്കെ, ഇവിടെ വൈ ഓഫ് ടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ ഓഫ് ടി ഈസ് WSS പ്രോസസ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? അത് എക്സ്പെക്ടേഷൻ ഓഫ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് ടി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ആർ വൈ ഓഫ് T1, T2 എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആയിരിക്കും. ഇതാണ് y ഓഫ് ടി WSS ആണെന്ന് പറയുന്നതിന്റെ മീനിങ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ഉള്ളതിനെ ഒരു C കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒമേഗ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. തീറ്റ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്? തീറ്റ എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓവർ ദി ഇന്റർവൽ 0 to pi അല്ലെ? ഓവർ ദി ഇന്റർവൽ 0 to pi. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. വൈയും തീറ്റയും എന്താണ്? വൈയും തീറ്റയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഓർക്കണം, രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ പ്രോപ്പർട്ടി ഉള്ളത്? എക്സ്പെക്ടേഷൻ ഓഫ് വൈ തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതിന് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തീറ്റ എന്ത് തന്നിട്ടുണ്ട്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന് PDF എഴുതി കൂടെ? എന്താ വരിക? എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 pi when 0 less than theta less than 2 pi 0 otherwise. ഇങ്ങനെയാണ് അതിന്റെ PDF വരിക അല്ലെ. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടെത്തും? ഇതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്തും. എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ എന്താ വരിക? a+b/2 അല്ലെ. 2 pi plus 0/2 എന്ന് വരും. ദാറ്റ് മീൻസ് പൈ എന്ന് വരും. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് തീറ്റ എന്താ വരിക? വേരിയൻസ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് b മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12 ആണ്. അതായത് 2 pi മൈനസ് 0 ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് വരും. ദാറ്റ് മീൻസ് 4 pi square by 12 കിട്ടും. ഇസ് ഈക്വൽ ടു pi square by 3 എന്ന് കിട്ടും അല്ലെ. നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കാറുണ്ട് ഒരാളെ കൂടി. എന്താണ് വേരിയൻസ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ എങ്ങനെ കിട്ടുക? എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ എന്താണ്? പൈ അല്ലേ. അപ്പോൾ പൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. ഇതിന് എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ സ്ക്വയർ എന്ത് കിട്ടും? പൈ സ്ക്വയർ ബൈ 3 പ്ലസ് പൈ സ്ക്വയർ എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 4 പൈ സ്ക്വയർ ബൈ 3 എന്നാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ ക്വസ്റ്റ്യന് ഓൾറെഡി കണ്ടെത്തി വെക്കുന്ന കാര്യങ്ങളാണ്. നമ്മളോട് എക്സ് ഓഫ് ടി എന്താണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? WSS ആണ് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആർ എക്സ് ഓഫ് T1 T2 എന്തായിരിക്കണം? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഓഫ് ടി WSS ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി നമ്മൾ കണ്ടെത്തുക? എക്സ് ഓഫ് ടി എന്താ തന്നിട്ടുള്ളത്? എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് ടി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടി തന്നിട്ടുള്ളത് അല്ലെ. ഇത് നമുക്കറിയാം വൈയും തീറ്റയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ പ്രോപ്പർട്ടി നമുക്കറിയാലോ. എക്സും വൈയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ പ്രോപ്പർട്ടി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ വൈ ആണ്. ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തൂടെ? ഇതെങ്ങനെ വരും? എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്നുള്ള രീതിയിൽ വരും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ടേഷൻ വൈ ഓഫ് ടി എന്താണ്? ഒരു WSS ആണ് അല്ലെ. വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആയത് കാരണം നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ്പെക്ടേഷൻ വൈ ഓഫ് ടി ആരായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്താണെന്ന് കണ്ടെത്തണം അല്ലെ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് യൂണിഫോം റാൻഡം വേരിയബിൾ ആണ്. അത് കണ്ടിന്യൂസ് ആണ് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെയാ അതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്താം? ഇന്റഗ്രൽ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്നാണ് വരിക. ഓക്കെ, ഇനി നമ്മുടെ തീറ്റന്റെ ഏത് ഇന്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇന്റഗ്രൽ 0 to 2 pi കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. എഫ് ഓഫ് തീറ്റ എന്തായിരുന്നു? 1/2 pi ഡി തീറ്റ എന്ന് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് 1/2 pi ഔട്ട്സൈഡ് എടുത്താൽ c/2 pi ഇന്റഗ്രൽ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ
സൈൻ തീറ്റയാണ് വരില്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. തീറ്റയുടെ കോഫിഷ്യൻ 1 ആയതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. ലിമിറ്റ് കൊടുക്കുക 0 to 2π. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. c/2π. അപ്പർ ലിമിറ്റ് 2π ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് 2π മൈനസ് സൈൻ ഒമേഗ ടി. ടിക്ക് 0 കൊടുത്താൽ ഒമേഗ ടി എന്ന് മാത്രം വരിക അല്ലേ. ഇനി സൈൻ ഒമേഗ ടി പ്ലസ് 2π എന്താ വരിക? c/2π സൈൻ ഒമേഗ ടി പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി വരും. മൈനസ് സൈൻ ഒമേഗ ടി. ഇതെന്ത് കിട്ടി നമുക്ക്? 0 ആണെന്ന് കിട്ടി. ഓക്കെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 0. ദാറ്റ് മീൻസ് ഇതെന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓട്ടോ കോറിലേഷനും കൂടി കണ്ടെത്തണം അല്ലേ. ആർ എക്സ് എക്സ് ഓഫ് t1, t2. എന്താണ് ഡെഫിനിഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ് ഓഫ് t2. ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ. നമുക്ക് എക്സ് ഓഫ് ടി തന്നിട്ടുള്ള എന്താണ്? y ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് t1 എന്ത് വരും? y ഓഫ് t1 ഇൻറ്റു കോസ് ഒമേഗ t1 പ്ലസ് തീറ്റ എന്ന് വരും. എക്സ് ഓഫ് t2 എന്ത് വരും? y ഓഫ് t2 ഇൻറ്റു കോസ് ഒമേഗ t2 പ്ലസ് തീറ്റ എന്ന് വരും അല്ലേ. അപ്പൊ അതുപോലെ എക്സ് ഓഫ് t1 എക്സ് ഓഫ് t2 നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് t1 ഇൻറ്റു കോസ് ഒമേഗ t1 പ്ലസ് തീറ്റ y ഓഫ് t2 ഇൻറ്റു കോസ് ഒമേഗ t2 പ്ലസ് തീറ്റ. ഇങ്ങനെയായിരിക്കും വരാം അല്ലേ. നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് t1 ഇൻറ്റു y ഓഫ് t2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 പ്ലസ് തീറ്റ ഇൻറ്റു കോസ് ഒമേഗ t2 പ്ലസ് തീറ്റ. ഇങ്ങനെ എഴുതിക്കൂടെ? എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? വൈയും തീറ്റയും എന്താണ്? ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി എക്സ്പെക്ടേഷൻ y ഓഫ് t1 ഇൻറ്റു y ഓഫ് t2 പറഞ്ഞ മീനിങ് എന്താണ്? ആർ വൈ ഓഫ് t1 t2. ഇതിന്റെ ഡെഫിനിഷൻ അല്ലേ ഇത്. നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് y ഓഫ് ടി ആണ് ഈ തന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് അതുപോലെ എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 പ്ലസ് തീറ്റ ഇൻറ്റു കോസ് ഒമേഗ t2 പ്ലസ് തീറ്റ. ഇങ്ങനെ വരും. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങനെ കണ്ടാൽ നമ്മൾ കുറെ എക്സാമ്പിൾസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ ഇതെന്താണ്? കോസ് എ കോസ് ബി എന്നുള്ള ഫോമിലാണ്. എന്താണ് കോസ് എ? കോസ് ബിയുടെ ഡെഫിനിഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ ഇത് ഈ പ്രോപ്പർട്ടിയുടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഇസ് ഈക്വൽ ടു ആർ വൈ ഓഫ് t1, t2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് 1/2 എങ്ങനെ വരും? 1/2 കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ t1 പ്ലസ് തീറ്റ മൈനസ് ഓഫ് ഒമേഗ t2 പ്ലസ് തീറ്റ എന്ന് വരും അല്ലെ. തീറ്റ എന്നിട്ട് ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക ഒമേഗ t1 മൈനസ് t2 ആണ് വരാം. പ്ലസ് കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഒമേഗ t1 പ്ലസ് തീറ്റ പ്ലസ് ഒമേഗ t2 പ്ലസ് തീറ്റ അല്ലെ. അപ്പൊ എന്താ വരും? ഒമേഗ t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ. ഇങ്ങനെയായിരിക്കും വരാം. ഓക്കെ. നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി അടുത്ത എന്താ ചെയ്യാൻ പറ്റുക? അടുത്ത് നമുക്ക് ഈ 1/2 ഔട്ട് സൈഡ് എടുക്കാം അല്ലെ. 1/2 ഔട്ട് സൈഡ് എടുത്താൽ 1/2 ആർ വൈ ഓഫ് t1 t2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 മൈനസ് t2 പ്ലസ് കോസ് ഒമേഗ t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ. ഇങ്ങനെയായിരിക്കും വരാം അല്ലെ. ഇനി നമ്മളിത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് അപ്പൊ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെ. 1/2 ആർ വൈ ഓഫ് t1, t2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 മൈനസ് t2 പ്ലസ് 1/2 ആർ വൈ ഓഫ് t1, t2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ. ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ തീറ്റയാണ് യൂണിഫോം റാൻഡം വേരിയബിൾ. ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോസ് ഒമേഗ t1 മൈനസ് t2 എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം അതിനെ? 1/2 ആർ വൈ ഓഫ് t1, t2 ഇൻറ്റു കോസ് ഒമേഗ t1 മൈനസ് t2 എന്ന് വരും അല്ലെ. ഇങ്ങനെയായിരിക്കും ഇവിടെ വരിക. ഇനി ബാക്കിയുള്ളത് എന്താ? 1/2 ആർ വൈ ഓഫ് t1, t2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 പ്ലസ് t2 പ്ലസ് 2 തീറ്റ. ഇതായിരിക്കും വരിക. നമ്മൾ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 എന്ന് തീം കൊടുക്കാം. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ t1 പ്ലസ് t2 പ്ലസ്
ടു തീറ്റ നമുക്ക് കണ്ടെത്തണം അല്ലേ. ഇതെങ്ങനെ കണ്ടെത്തുക? തീറ്റ യൂണിഫോം റാൻഡം വേരിയബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടി എക്സ്പെക്ടേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് ടു തീറ്റ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ അല്ലേ. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ തീറ്റ ഇന്റഗ്രൽ 0 to 2π ആണ്. അപ്പോൾ ലിമിറ്റ് അത് കൊടുക്കാം 0 to π കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് ടു തീറ്റ. എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് 1/2π ടി തീറ്റ ആണ്. ഇതെന്ത് വരും? നമുക്ക് 1/2π ഔട്ട് സൈഡ് എടുക്കാം. 1/2π ഇന്റഗ്രൽ 0 to 2π. ഓക്കെ, നമുക്ക് കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ആണ് വരിക അല്ലെ. അപ്പോൾ സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് ടു തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ തീറ്റയുടെ കോഎഫിഷ്യന്റ് 2 ഡിവൈഡ് ചെയ്യണം. എന്ത് വരും? ലിമിറ്റ് 0 to 2π കൊടുക്കാം. നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ എന്താ വരിക? ആ 2 കണ്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 1/4π അപ്പർ ലിമിറ്റ് 2π കൊടുക്കണം. അപ്പോൾ സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് തീറ്റയ്ക്ക് 2π കൊടുത്താൽ 4π വരും. ഓക്കെ, 4π മൈനസ് സൈൻ ഒമേഗ T1 പ്ലസ് T2 ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഇവിടെ സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 4π എന്ത് തന്നെയാണ് വരിക? സൈൻ ഒമേഗ T1 പ്ലസ് T2 തന്നെ വരും. ഓക്കെ, ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആൻസർ വരിക 0 ആയിരിക്കും. ഇനി ഇവിടെ ഇക്വേഷൻ 1 ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് 0 ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് Rxx ഓഫ് T1, T2 ഈസ് ഈക്വൽ ടു 1/2 Ry ഓഫ് T1, T2 കോസ് ഒമേഗ T1 മൈനസ് T2 ഇതായിരിക്കും വരിക. നമുക്ക് ഓൾറെഡി അറിയാം Ry ഓഫ് T1, T2 എന്താണ്? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആണ്. ഇവിടെ കോസ് ഒമേഗ T1 മൈനസ് T2 എന്താണ്? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് എന്തായി പോയി? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റ് ആണ്. അതുപോലെ ഓട്ടോ കോറിലേഷൻ എന്താണ്? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആണ് അല്ലെ. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് പറയാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഇസ് എ WSS പ്രോസസ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും.